എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ചുമ്മാ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊരു വണ്ടി ഒരെണ്ണം മാറിയെടുത്തു. ഒരു സെക്കൻഡ് ഹാൻഡ് യൂസർ കാർ. ഇതിന് മുന്നേ ഞങ്ങൾക്ക് മാരുതിയുടെ വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വണ്ടി 2010 മോഡൽ A സ്റ്റാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ ഒരു നല്ല വണ്ടി, കൂടിയ വണ്ടി എടുക്കാൻ ഡീസൽ വണ്ടി എടുത്തു ഞങ്ങൾ. മാരുതി റിറ്റ്സ് ഡീസൽ ഫുൾ ഓപ്ഷൻ. 2 ദിവസമായുള്ള എടുത്തിട്ട്. അപ്പോൾ ഇന്ന് വണ്ടി ഒന്ന് കഴുകി, അത്യാവശ്യം സർവീസൊക്കെ ചെയ്തതാണ്. ഇന്ന് കഴുകി ഒന്ന് വണ്ടി ഒന്ന് വെഞ്ചരിക്കാൻ വേണ്ടി പോകാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വണ്ടി കഴുകും പരിപാടിയൊക്കെയാണ് രാവിലെ. പെങ്ങളുടെ വീട്ടിൽ വരെ പോവാം. പമ്പാവാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എരുമേലിയൊക്കെ ചെന്നിട്ട് എരുമേലി പമ്പാവാലി ആ റൂട്ടാണ്. നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പമ്പാവാലിയിൽ വീഡിയോ ഒക്കെ. ആറും വനത്തിൻ്റെ സൈഡാണ്. അന്നേരം ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ സമയത്ത്. യോഗം ഉണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരുമ്പോൾ കാണാം. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് വണ്ടി എടുത്തിട്ട് പോയില്ല. എല്ലാവരും ലോങ്ങാന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഒരു 3/4 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പോയതിന് ശേഷം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ വൈകുന്നേരം ആറ്റിൽ വലയിട്ട് മീൻ പിടിക്കാനൊക്കെ പോയി. അപ്പോൾ കുറച്ച് മീനൊക്കെ പിടിച്ചു. ഒരു കറി വെക്കാനുള്ള മീനൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫോട്ടോ ഇല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നിപ്പം 2ാമത്തെ ദിവസം എന്നാ പറയണ്ടേ, ഞങ്ങൾ സ്ഥലം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയ ഒരു ചേനയും എന്നാ പറയണ്ടേ ചേമ്പും അതുപോലെ 5-6 വാഴയും ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇഞ്ചി പറിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഇതുണ്ടോ, ഇത് ഇവളുടെ വീട്ടിൽ നിന്ന് ഹൈറേഞ്ചിൽ നിന്ന് കൊണ്ട് നട്ട ഇഞ്ചിയാണ്. പക്ഷെ വലിയ വളമൊന്നും ഇട്ടില്ല. നട്ട വഴിക്ക് പിന്നെ ഞാൻ നമുക്ക് പിന്നെ കറിക്കൊക്കെ ഉള്ള ആവശ്യത്തിനുള്ളതുണ്ട്. പക്ഷെ നല്ല ഇഞ്ചിയാണ്, നല്ല ഇഞ്ചിയായിരുന്നു, അതുകൊണ്ട് കൊണ്ട് നട്ടോ. നട്ട് എന്നാ പറയണ്ടേ, ആ വഴിക്ക് പിന്നെ വന്നിട്ടില്ല. കാട് പോലും പറിച്ചിട്ടില്ല. ഇപ്പോഴാണ് വന്ന് പറിക്കാൻ നേരത്താണ് വരുന്നത്. അപ്പോൾ കുറേ കാടെല്ലാം പിടിച്ച് കിടക്കുക. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി ഞങ്ങളിന്ന് വന്നതാണ്. എല്ലാവരും വെളുക്കുത്തി പോയ സമയത്തേ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം പ്ലോട്ട് മേടിച്ച് ബാക്കി വീട് വെച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. ഒരു 4-5 വീടുണ്ട്. ഞങ്ങളും വീട് വെക്കാൻ വേണ്ടി മേടിച്ചേക്കുന്നതാണ്. വീട് വെക്കണമെന്നാണ് ആഗ്രഹം. ദൈവാനുഗ്രഹിച്ച് വെക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോൾ കിട്ടിയ മീൻ. ഇന്നലെ ഏകദേശം ഒരു 5-6 കിലോ മീൻ കിട്ടി. അപ്പോൾ ഒരു കണ്ടം പറിച്ചു, അതിൻ്റെയാണ് ആ കാണുന്നത്. അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഒരു വലിയ കണ്ടം കൂടെ ഉണ്ട്, അതും കൂടെ പറിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വെയിലായതുകൊണ്ട് നല്ല മടുപ്പാണ്. അതുമല്ല ഒന്നാമത് ജലദോഷവും ചുമയും പനിയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. പഠിച്ചിട്ട് പോവാല്ലേ അല്ലേ. വീഡിയോ ആണോ? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്ലോട്ട് ഇരിക്കുന്ന സ്ഥലം. 2-3 വീടുകളൂടെ വരാനുണ്ട്. ബാക്കി എല്ലാവരും വീട് പണിത് കഴിഞ്ഞു. ഇനി ഇവിടെ വീട് പണിയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മുമ്പത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഫ്ലോട്ട് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്.
പിണ്ണാക്കനാട് എന്ന് പറയുന്ന സ്ഥലമാണ് ഈരാറ്റുപേട്ട റൂട്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞങ്ങൾ ഈ വീടുകളൊന്നും വരുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറമ്പിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു. ഇന്ന് ഞങ്ങളുടെ ജുവാനയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഒരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലൊക്കെ കേക്ക് കട്ടിങ്ങൊക്കെ. അപ്പം നമുക്ക് വീഡിയോ കാണാം. കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമുക്കിതുപോലുള്ള മനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്.